അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. വേദിയിലിരിക്കുന്ന ബദർ സാദാത്ത് തങ്ങൾ ഉസ്താദ് ഉൾപ്പെടെയുള്ള സയ്യിദന്മാർ, പണ്ഡിതന്മാർ, സമസ്തയുടെയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും നേതാക്കൾ, പ്രവർത്തകർ, SSFൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. ലോകത്തെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം കൂടിയാണ് നമ്മുടേത്. നമ്മുടെ ഭരണഘടന മനുഷ്യർക്കൊപ്പം എപ്പോഴും നിലകൊണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യൻ ജനത എന്ന വലിയ പ്രഖ്യാപനത്തോടു കൂടെയാണ്. ആർട്ടിക്കിൾ 14 തുല്യതയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 39 ജോലിയെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 43 മിനിമം വേതനത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 47 പോഷകാഹാരത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളോട് ഒട്ടി നിൽക്കുന്ന ഭരണഘടനയാണ് നമ്മുടേത്. എങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നും രാജ്യത്തു നിന്നും വരുന്ന വാർത്തകൾ ആശാവഹമല്ല. ഏറ്റവും ഒടുവിൽ വന്നത് രാജസ്ഥാനിൽ നിന്നും വന്ന അരാവലി മലനിരകളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. രാജ്യത്തെ ഭരണകൂടം ഒരു രാജ്യത്തിൻ്റെ പ്രകൃതിയെ തന്നെ കുത്തകൾക്ക് എഴുതി കൊടുക്കുന്ന വലിയ അപകടകരമായ അവസ്ഥ. രാജ്യ തലസ്ഥാനം ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ മോശമായ അവസ്ഥയിലാണെന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. ഡൽഹിയിൽ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. ശ്വാസകോശ സംബന്ധിയായ അസുഖങ്ങളുള്ള ആളുകളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. മണിപ്പൂരിൽ വംശീയ കലാപങ്ങൾ നടക്കുകയാണ്. ആസാമിൽ പ്രകൃതി പ്രശ്നങ്ങൾ, പ്രളയങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. ബീഹാറിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആളുകളെ വോട്ടർ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്ന വാർത്തകൾ നമ്മൾ വായിച്ചു. UPയിലും മറ്റും നടക്കുന്ന ബുൾഡോസർ രാജുകൾ നമ്മൾ കണ്ടു. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ, അന്താരാഷ്ട്ര കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ രാജ്യത്തെ 24% ജനങ്ങൾ പട്ടിണിയിലാണ്. 15-ൻ്റെയും 30-ൻ്റെയും ഇടയിലുള്ള ഏകദേശം 14% യുവാക്കൾ തൊഴിലില്ലായ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ 40% സ്വത്തും കേവലം 1% വരുന്ന വലിയ മുതലാളിമാരിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ബാക്കി വരുന്ന 50% പാവങ്ങളുടെ കയ്യിൽ ഏകദേശം 15% താഴെ മാത്രമാണ് സ്വത്തുള്ളത് എന്നൊക്കെ കാണുമ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യരിലാണ് പ്രതീക്ഷ. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മനുഷ്യരിലാണ് പ്രതീക്ഷ. മനുഷ്യകുലത്തെ, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. വാട്ട് എ പീസ് ഓഫ് വർക്ക് ഈസ് മാൻ. എന്തൊരു അത്ഭുതപ്പെടുത്തുന്ന ക്രിയേറ്റിവിറ്റിയാണ്, അതല്ലെങ്കിൽ സൃഷ്ടിപ്പാണ് മനുഷ്യൻ്റേത് എന്ന് ആശ്ചര്യപ്പെട്ടത് ഷേക്സ്പിയറാണ്. മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മഹത്വമെന്ന് വൈലോപ്പിള്ളി പറയുന്നുണ്ട്. മനുഷ്യത്വം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ, വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ മനുഷ്യത്വം മരവിച്ചു പോയി പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട. മനുഷ്യത്വം എന്ന് പറയുന്നത് വലിയൊരു മഹാസാഗരം പോലെയാണ്. അതിലെ 1-2 തുള്ളികൾക്ക് ചെറിയ അഴുക്ക് വീഴുന്നത് ആ വലിയ മഹാസാഗരം അഴുക്കാണ് എന്നതിന് അർത്ഥമില്ല എന്ന പ്രതീക്ഷയുടെ വാക്കുകൾ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഇൻഷാ അല്ലാഹ് മനുഷ്യർക്കൊപ്പം എന്ന ഈ മുദ്രാവാക്യത്തിനൊപ്പം നമുക്ക് നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. 9 പതിറ്റാണ്ട് ജീവിതം കൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് ലോകത്തിന് പഠിപ്പിച്ച ഒരു മഹാമനീഷിയാണ് ഈ മുദ്രാവാക്യം ഉയർത്തുന്നത് എന്നത് നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രവൃത്തികൾ കൊണ്ടും പദ്ധതികൾ കൊണ്ടും മുദ്രാവാക്യങ്ങൾ കൊണ്ടും സംഭരണങ്ങൾ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ സമൂഹത്തിലേക്ക് എന്താണ് മനുഷ്യർക്കൊപ്പം എന്നതിൻ്റെ അർത്ഥമെന്നത് കൃത്യമായി സംഘടിപ്പിച്ചുകൊണ്ട്, പദ്ധതികൾ സംഘടിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊടുത്ത കേരള മുസ്ലിം ജമാഅത്ത് എന്ന വലിയ സംഘടനയുടെ
ഒരു പ്രമേയമായാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം വരുന്നത് എന്നുള്ളത് സമൂഹത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ മുദ്രാവാക്യത്തിനൊപ്പം നിന്ന്, മനുഷ്യർക്കൊപ്പം നിന്ന്, മനുഷ്യജീവിതം സാധ്യമാക്കുന്നതിനാവശ്യമായ സകല കാര്യങ്ങൾക്കൊപ്പം നിന്ന്, മണ്ണിനൊപ്പം നിന്ന്, ഇവിടെയുള്ള വിണ്ണിനും മാനത്തിനും ചെടികൾക്കും പൂമ്പാറ്റകൾക്കും ഒപ്പം നിന്ന് വലിയ മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ എന്ന് മാത്രം ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും.